ആന്ത്രോത്ത് ദ്വീപിൽ ഇറങ്ങിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്നത്. സ്ക്യൂബയുടെ സമ്മതപത്രമൊക്കെ പൂരിപ്പിച്ചതിന് ശേഷം അവിടുന്ന് നമുക്ക് ബ്രീഫായിട്ടൊരു ക്ലാസ് തരും. അത് കഴിഞ്ഞ് നേരെ ബോട്ടിലേക്ക്. നമ്മളെ ബോട്ട് ഇല്ല. ഞാനും അക്ബറും യാസിനും അല്ലാത്ത വേറെ 3 പിള്ളേരൂടെ നമ്മുടെ കൂടെയുണ്ട്. അവരിൽ 2 പേര് കേരളത്തിൽ നിന്ന് ദ്വീപ് കാണാൻ വന്നിട്ടുള്ള പിള്ളേരാണ്. മറ്റേയാൾ ഇവരുടെ സ്പോൺസറായിട്ട് വന്ന ദ്വീപുകാരിയാണ്. ഈ കാണുന്നതാണ് കോറൽസ്. ഇതിന്റെ ചുറ്റുമാണ് നമ്മളിപ്പോ ഇറങ്ങി പോകാൻ പോകുന്നത്. ഇതൊരു മാക്സിമം ഇപ്പോ ലോട്ടഡ് ആയതുകൊണ്ട് ഒരു 6-7 മീറ്റർ ഉണ്ടാവും. ഹൈറ്റഡ് ആകുമ്പോഴത്തേക്ക് ഒരു 10 മീറ്ററോളം ഉണ്ടാവും. ടെൻഷനോട് ക്യാമറ നോക്കിക്കേ. അതൊരു സാധനം സെറ്റല്ലേ. ഒന്നും സ്ക്യൂബക്ക് പോകാൻ ആദ്യത്തെ നറുക്ക് വീണത് എനിക്കാ. ജാക്കറ്റും മാസ്കും എല്ലാം ആയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡീപ്പ് വാട്ടർ. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അത്ഭുത കാഴ്ചകളെന്ന്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല കോറൽസ്, അതേപോലെ പല ചെടികൾ, പല മീനുകൾ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സ്ക്യൂബ. ആൻഡ് ഈ സ്ക്യൂബയിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡീപ് സീയിലോട്ട് താഴ്ന്നു പോകുന്നതും അതേപോലെ ഡീപ് സീയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നതും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലൈഫിൽ ഒരു തവണയെങ്കിലും സ്ക്യൂബ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എടച്ചേരി ബ്രദേഴ്സ് എന്ന പേരിലുള്ള ആന്ത്രോത്ത് ദ്വീപിലെ ഒരു ക്ലബ്ബാണ് നമ്മളെ സ്ക്യൂബക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുള്ള റസാഖായും റാഷിദ് ഒക്കെ വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് മാത്രമല്ല, ലക്ഷദ്വീപിൽ ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ഏറ്റവും ചിലവ് കുറഞ്ഞ സ്ക്യൂബയും ആന്ത്രോത്ത് ദ്വീപിലാണ്. എന്ന് കരുതി ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളാന്നാ. ചെവിടൊക്കെ പോയതെന്താ? അടിച്ചു പോയോ? ബ്ലഡ് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടി. അതേപോലെ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടി. അങ്ങനല്ല, ഡൈവ് ചെയ്ത് ബാക്കിയായാലും ഒരു ഫ്രൂട്ടി. നിന്റെ തിരിച്ചു വരവാടാ. ഇത് പുതിയ ഉയർത്തേണ്ടൽ. നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല. നമ്മളൊരു തെറ്റ് എന്നാലും കോളറൊക്കെ പിടിച്ചിട്ട് ഇനി കുളിയേ. സ്ക്യൂബയ്ക്ക് ശേഷം നല്ലോണം കടലിൽ നീന്തി ആർമാദിച്ച് കുളിക്കുകയും ചെയ്തു. ആഹാ, ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ സ്ക്യൂബ എക്സ്പീരിയൻസ് ആയിരുന്നത്. ഞങ്ങളുടെ സ്ക്യൂബ അടിപൊളിയാക്കി തന്ന റസാഖാക്കും ടീമിനും ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ ബൈ.